ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ നമ്മൾ ധാരാളമായിട്ട് വാങ്ങും, എല്ലാ ആളുകളും വാങ്ങും. ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും ഓപ്പോ, റെഡ്മി ഇങ്ങനെയുള്ള മോഡൽ മൊബൈലുകൾ സെക്കൻഡ് ഹാൻഡ് ആളുകൾ, പൈസ കമ്മിയുള്ള ആളുകൾ വാങ്ങാൻ നിൽക്കുന്ന ആളുകളോട് പിന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മൊബൈലിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മൊബൈൽ കണ്ടീഷനാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു സോഫ്റ്റ്വെയർ നമുക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ള ആളുകൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, അതല്ലേ ഇപ്പോൾ നമ്മൾ കറൻ്റ് ഉപയോഗിക്കുന്ന ഫോണുകൾ നമ്മൾ ചെക്ക് ചെയ്താലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലറിയാൻ പറ്റും. അപ്പോൾ അത് നല്ലതല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈലിൻ്റെ ഫിസിക്കലായിട്ട് അതിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കാം, എങ്ങനെ അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ. അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ CPU-X പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CPU-X അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹോം വരും. ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് വരും. പിന്നെ CPU-ൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ വരും. ഹോമിൽ നമ്മൾ ഒരുപാട് സംഭവമുണ്ട്, റാം, അതിൻ്റെ കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും വരും. പിന്നെ അടുത്തതായിട്ട് തൊട്ട് കഴിഞ്ഞാൽ CPU ഡീറ്റെയിൽസ് വരും. നമ്മളെ ഫോണിൻ്റെ ആ ഡീറ്റെയിൽസാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ റാം, ഫ്രീ റാം, ഇൻറ്റേർണൽ അങ്ങനെയെല്ലാം വരും. ഫോണിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരും. നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ടെമ്പറേച്ചർ. അത് മസ്റ്റാണ് ഏത് ഫോണാണെങ്കിലും. അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഫോൺ എടുക്കരുത്, കാരണം അതിന് കംപ്ലൈൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഈ സംഭവം ഇങ്ങനെ വരും. പിന്നെ സെൻസർ, ക്യാമറ, ഇങ്ങനെയെല്ലാം. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഫോൺ ഫങ്ഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്താട്ടോ. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരിക. ഡിസ്പ്ലേ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമുക്ക് അതിൽ ഇതായി കഴിഞ്ഞാൽ പിന്നെ വൈബ്രേഷന് നോക്കാം. നമുക്ക് വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, വൈബ്രേഷൻ്റെ സംഭവം വരും. അത് ചെക്ക് ചെയ്യാം. വൈഫൈ നോക്കാം, ഉണ്ടോ. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിത് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോൺ എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരം വീഡിയോ ടെക്നോളജിപരമായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.